പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻ്റ് ആണ്. എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതുപോലെ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ആൻ ഓർഗനൈസേഷൻ ടുവേഡ്സ് സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് ത്രൂ സർട്ടൻ പ്രോസസ്. These processes include planning, organizing, controlling, decision-making, motivating, leading, communicating, performance appraisal, linking rewards to performance, human resource development, etc. അപ്പോൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചില പ്രത്യേക തരത്തിലുള്ള പ്രോസസ്സിൽ കൂടെ ഒരു ഓർഗനൈസേഷനെ സ്റ്റിയറിംഗ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ്, മോട്ടിവേറ്റിംഗ്, ലീഡിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, ലിങ്കിങ് റിവാർഡ്സ് ടു പെർഫോമൻസ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, എറ്റ്സെട്ര. ഇതെല്ലാമാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായിട്ട് പറയുന്നത് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ബേസിക് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോസസ് ഇൻ മാനേജിങ്. ഇറ്റ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് what result are to be achieved and what actions are to be taken for the same and who should take such action, where, when and how. It is necessary for the rational allocation of the resources and for anticipating the opportunities and problems that lie ahead. അപ്പോൾ ഏറ്റവും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുകയാണ്. റിസൾട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ തീരുമാനമെടുക്കുന്നു. എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്, ആ സെയിം സമയത്ത് തന്നെ അത്തരത്തിലുള്ള ആക്ഷനിലേക്ക് എങ്ങനെ എത്തും, എപ്പോൾ എത്തും, എവിടെ എത്തും എന്നൊക്കെ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ഈ പ്ലാനിങ്ങിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. ആ റിസോഴ്സിൻ്റെയൊക്കെ ഒരു റാഷണൽ അലോക്കേഷനാണ് ഇത് നടക്കുന്നത്. വിച്ച് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ദാറ്റ് ലൈ എഹെഡ്. ദറ്റ് ഈസ് പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് വൺ, ഓർഗനൈസിങ്. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് പീപ്പിൾ ആൻഡ് ആക്ടിവിറ്റീസ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ. In a judicious manner, people and activities have to be grouped to produce the best result by following the most appropriate sequence of events. ഈ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിംഗ് ഓഫ് പീപ്പിൾ ആൻഡ് ആക്ടിവിറ്റീസ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഡിസ്പോസൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ അത് പ്രവർത്തനം നടത്തേണ്ടത്, ആ പ്രവർത്തനം നടത്തുന്ന ആ ഓർഗനൈസേഷനുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഗ്രൂപ്പിങ്ങിനെ നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയാം. ഇതൊരു ജുഡീഷ്യസ് മാനറിലായിരിക്കണം ഇത് തീരുമാനമെടുക്കേണ്ടത്. പീപ്പിൾ ആയാലും ആക്ടിവിറ്റീസ് ആയാലും ഹാവ് ടു ബി ഗ്രൂപ്പ്ഡ് ടു പ്രൊഡ്യൂസ് ദ ബെസ്റ്റ് റിസൾട്ട് ബൈ ഫോളോയിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. അപ്പോൾ നമ്മളൊരു പ്രവർത്തനത്തിൽ ആ ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ റിസൾട്ട് എവിടെ കിട്ടണം എന്നതിനനുസരിച്ച് വേണം നമ്മൾ ആ ആക്ടിവിറ്റീസിനെയും അല്ലെങ്കിൽ ആളുകളെയും നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ. ആ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസ് ചെയ്യുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് കൺട്രോളിങ്. Controlling means checking the progress of the plans and correcting any deviation that might occur along the way of implementation of plans. Controls ensure quality, appropriateness of means and action. അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ആ പ്ലാൻ എങ്ങനെയാണ് നടക്കുന്നത് അത് ചെക്ക് ചെയ്യുക, അതിനെ കറക്റ്റ്, എന്തെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടാകുകയാണെങ്കിൽ അത് കറക്റ്റ് വേയിൽ അതിനെ കൊണ്ടുപോകുക. പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കറക്റ്റ് വേയിലാണോ, അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, അപ്രോപ്രിയേറ്റ്നെസ്, അതിൻ്റെ മീൻസ്, അതിൻ്റെ ആക്ഷൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്തത് ഡിസിഷൻ മേക്കിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ നാലാമത്തത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് ശ്രദ്ധിച്ചോളുക. ദിസ് മീൻസ് കൺവേർട്ടിംഗ് ഇൻറ്റൻഷൻ ഇൻ ടു ആക്ഷൻ പ്ലാൻസ്
on rational basis, on the basis of a perceived relationship between action and outcome. For every intended outcome, there has to be an appropriate action plan committing energy and resources to the same. So decision making is the essence of all management. അപ്പോൾ നമ്മളൊരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഈ ആക്ഷൻസ് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ പ്ലാൻ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണോ നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു പെർസീവ്ഡ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിതെല്ലാം തയ്യാറാക്കുന്നത്. അപ്പം ആക്ഷൻ്റെ ഔട്ട്കമിൻ്റെയും ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഫോർ എവറി ഇൻറ്റൻഡ് ഔട്ട്കം ദെയർ ഹാസ് ടു ബി ആൻ അപ്രോപ്രിയേറ്റ് ആക്ഷൻ പ്ലാൻ. ഏതൊരു പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ അതിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മളവിടെ സേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കപ്പെടേണ്ട എനർജി എന്താണോ, അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണോ ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യാനുള്ളൊരു ആവശ്യകത അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡ് മാനേജ്മെൻറ്റിന് ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് അഞ്ചാമത്തതാണ് മോട്ടിവേറ്റിംഗ്. വെൻ പീപ്പിൾ ആർ brought together in an organization, there has to be a continuous process of generating sufficient interest in them to carry out action that can be benefit the organization. The process of accomplishing this is called motivation. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നടത്തുക എന്നുള്ളത്. ദർ ഹാസ് ടു ബി എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് sufficient interesting them to carry out action that can benefit the organization. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം ആ ഓർഗനൈസേഷൻ്റെ വിജയത്തിന് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ളൊരു പ്രോസസ്സ് നടത്തണമെങ്കിൽ പ്രോപ്പറായിട്ട് അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മോട്ടിവേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ, ആ മോട്ടിവേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് മോണിറ്ററി റിവാർഡ്സ് ഒക്കെ കൊടുക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ മോട്ടിവേഷൻ സ്കിൽ ഈസ് ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റ് ഓഫ് മാനേജർ. കാരണം കറക്റ്റായിട്ട് മോട്ടിവേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ പിന്നെയും ആൾക്കാർക്ക് അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ തോന്നുകയുള്ളൂ. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ തന്നെയാണ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ ആറാമത്തതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൾവേസ് നീഡ്സ് ലീഡർഷിപ്പ് ടു ഫങ്ഷൻ എഫക്റ്റീവ്ലി ആൻഡ് ടു പ്രൊഡ്യൂസ് സിഗ്നിഫിക്കൻറ്റ് റിസൾട്ട്. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് പ്രവർത്തനം നടക്കാൻ ഒരു ലീഡർഷിപ്പ് കൂടിയേ തീരൂ, ആ കറക്റ്റായിട്ടുള്ള ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ. ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓർഡിനറി പീപ്പിൾ ടു ഡു എക്സ്ട്രാ ഓർഡിനറി തിങ്സ് വിച്ച് ദേ വുഡ് നോട്ട് അക്കംപ്ലിഷ് ഇഫ് left alone. Leadership involves skill in ideal buildings, inspiring divergent interest, building self-confidence and morale, etc. അപ്പോൾ കൃത്യമായ രീതിയിൽ ആൾക്കാർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡൈവേർജൻറ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർക്ക് കൃത്യമായ ലീഡർഷിപ്പ് കൂടിയേ തീരുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ആൾക്കാരെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ലീഡ് ചെയ്യാനുള്ള ഒരു ഫങ്ഷനും മാനേജ്മെൻറ്റ് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്തത് ഏഴാമത്തതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എയിംഡ് അറ്റ് മേക്കിംഗ് അതേഴ്സ് understand what they are expected to do at ensuring whether they are doing it or not. This calls for clarity of objectives, of means, of the capacity and willingness of the people concerned, of their style of thinking and acting, etc. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എയിംഡ് അറ്റ് മേക്കിംഗ് അതേഴ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഡു ആൻഡ് അറ്റ് എൻഷുറിങ് വെദർ ദേ ആർ ഡൂയിങ് ഇറ്റ് ഓർ നോട്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എയിം ചെയ്യുന്നത് മറ്റുള്ളവരെന്ത് മനസ്സിലാക്കിയോ അല്ലെങ്കിൽ അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണോ ചെയ്യുന്നത്, അവരെന്താണോ എൻഷുർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ ചെയ്യുന്നു, അതെല്ലാം എങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് എല്ലാം പരസ്പരം അറിയുന്നത് ഈ കമ്മ്യൂണിക്കേഷനിൽ കൂടാണ്. ഒരു ഒബ്ജക്റ്റീവ്സിനെ ക്ലാരിഫൈ ചെയ്യാൻ അതിൻ്റെ ക്ലാരിറ്റി കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ മാർഗം അല്ലെങ്കിൽ അതിൻ്റെ വില്ലിങ്നെസ്, അതിൻ്റെ കപ്പാസിറ്റി, വില്ലിങ്നെസ് അല്ലെങ്കിൽ അതെല്ലാം കൺസേൺ ചെയ്യുന്നത് ഈ അവരുടെ സ്റ്റൈൽ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതെല്ലാം ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിൽ കൂടെ ആയിരിക്കണം. ദെൻ അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ.
Performance for ensuring effective performance of individuals, groups and organization, it is necessary to have good system of performance appraisal. അപ്പോൾ അവിടെ ജോലി എടുക്കുന്ന ആൾക്കാർ ഏതൊരു സ്ഥാപനമായാലും അവിടെ ജോലി എടുക്കുന്ന ആൾക്കാരുടെ കൃത്യമായ ഒരു പെർഫോമൻസ് അപ്രൈസൽ നടപ്പിലാക്കേണ്ട ഒരു ചുമതല ആ മാനേജ്മെൻറ്റിനുള്ളതാണ്. പെർഫോമൻസ് അപ്രൈസൽ ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ആൻ എംപ്ലോയി ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമിനിങ് ഹിസ് റിവാർഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ്. അപ്പോൾ ഈ പെർഫോമൻസ് അപ്രൈസൽ നടത്തേണ്ട ആവശ്യകതയെന്ന് പറഞ്ഞാൽ അവിടെ ജോലി എടുക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ അവരെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവരുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കാൻ ഈ കൃത്യമായ ഒരു പെർഫോമൻസ് അപ്രൈസിൽ കൂടിയേ തീരൂ. അതും മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പെർഫോമൻസ് അപ്രൈസൽ ക്യാൻ ബി ഡൺ ത്രൂ എസ്റ്റാബ്ലിഷിംഗ് അക്സെപ്റ്റബിൾ ലെവൽസ് ഓഫ് പെർഫോമൻസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടേംസ്, adopting effective methods of assessment, using performance appraisal data for various managerial objectives, giving feedback to the employee to help him modify his or her behavior in the organization. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തേണ്ടത് അല്ലെങ്കിൽ നടത്തപ്പെടേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എസ്റ്റാബ്ലിഷിംഗ് അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടേംസ്, adopting effective methods of assessment, using performance appraisal data for various managerial objectives, giving feedback to the employee to help him modify their behavior in the organization. ഓക്കെ, ദെൻ അടുത്തത് ലിങ്കിങ് റിവാർഡ്സ് ടു പെർഫോമൻസ്. അപ്പോൾ റിവാർഡ് ഗിവൺ ടു എംപ്ലോയീസ് ഷുഡ് ബി ലിങ്ക് ടു ദെയർ പെർഫോമൻസ് ആസ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു പെർഫോം ബെറ്റർ. അപ്പോൾ അവരുടെ പെർഫോമൻസിന് അനുസരിച്ച് അവർക്ക് കറക്റ്റായിട്ടുള്ള റിവാർഡ് കൊടുക്കണം. അപ്പോൾ ഈ റിവാർഡും റിവാർഡും പെർഫോമൻസും തമ്മിൽ കറക്റ്റായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പെർഫോമൻസിന് പ്രോപ്പറായിട്ടുള്ള റിവാർഡ് അവർക്ക് കൊടുക്കണം. വെയർ സച്ച് എ ലിങ്കിങ് ഈസ് ആബ്സെൻറ്റ്, fall in standard and failure to achieve excellence in performance are natural outcome. അപ്പം നോർമലി കിട്ടേണ്ട ഒരു ഔട്ട്കം കിട്ടാതെ വരും. പ്രോപ്പറായിട്ടുള്ള അവർക്ക് റിവാർഡ്സ് ഒന്നും കൊടുത്തില്ല എങ്കിൽ അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള പ്രോപ്പർ റിവാർഡ്സ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഫെയിലിയർ ആകും എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ഡെവലപ്പ് ദെയർ കോമ്പീറ്റൻസ് ഇൻ എ കണ്ടിന്യൂസ് മാനർ. ഇത് ഉദ്ദേശിക്കുന്ന അവിടുത്തെ ഹ്യൂമൻ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കോമ്പീറ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രോസസ്സിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദംസെൽഫ്, ദെയർ ഓർഗനൈസേഷൻ ആൻഡ് ദ സൊസൈറ്റി. അപ്പോൾ ആ ആൾക്കാരുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ കോമ്പീറ്റൻസി നിലനിർത്തുക എന്ന് പറയുന്നത് അത് ഒന്നുകിൽ അവർക്കോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനോ ആ സൊസൈറ്റിക്കോ ബെനിഫിറ്റ് ആയിരിക്കും. സൂപ്പർവിഷൻ ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ ഷുഡ് ഓൾവേസ് ബി അക്കമ്പനീഡ് ബൈ സ്റ്റെപ്സ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഒപ്പം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പെർഫോമൻസ് അപ്രൈസലും സൂപ്പർവിഷനും. It is only then that it becomes developmental supervision, career planning, career guidance, setting of a standard for performance, performance appraisal, feedback on performance, training programs, etc. are some of the strategies for human resource development. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചില സ്ട്രാറ്റജീസ് ആണ് പ്രോപ്പറായിട്ടുള്ള സൂപ്പർവിഷൻ, കരിയർ പ്ലാനിങ്, കരിയർ ഗൈഡൻസ്, സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, ഫീഡ്ബാക്ക് ഓഫ് പെർഫോമൻസ്, ട്രെയിനിങ് പ്രോഗ്രാംസ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് കൊടുത്താൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.